കോഴിക്കോട് വന്നു കഴിഞ്ഞാല് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന ബീച്ചും മറ്റ് കോഴിക്കോടൻ വിഭവങ്ങളൊന്നുമല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 കിടിലൻ സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് ട്രിപ്പ്. അതിരാവിലെ ബൈക്ക് എടുത്ത് സൺറൈസ് കാണണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് കോഴിക്കോട് ടൗണിൽ നിന്നും 30 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഞങ്ങൾ നേരെ പൊൻകുന്ന് ഹിൽസിലെത്തി. മൂന്നാറിലെ മീശപ്പുലിമലയിൽ പോയാൽ കാണാൻ പറ്റുന്ന പോലത്തെ തട്ടുതട്ടായിട്ടുള്ള ക്ലൗഡ് ബെഡും അതിന്റെ ഇടയിലൂടെ ഉദിച്ചു വരുന്ന സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ സ്പോട്ടിന് കോഴിക്കോടിന്റെ മീശപ്പുലിമല എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോരുന്ന വഴിക്ക് പഴയ ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന ഒരു ചെറിയ ചായക്കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ 30 കിലോമീറ്റർ റൈഡ് ചെയ്ത് അടുത്ത സ്പോട്ടായിട്ടുള്ള വയലടയിലെ മുള്ളംപാറ വ്യൂ പോയിന്റിലോട്ട് എത്തി. ചെറിയൊരു ഓഫ് റോഡും കുറച്ചു ദൂരം ട്രക്കിംഗ് ഒക്കെ ചെയ്ത് പാറയുടെ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാല് 2000 അടി ഉയരത്തിൽ നിന്നും കക്കയം റിസർവോയറിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കൂരാച്ചുകുണ്ട് പേരാമ്പ്ര ടൗണിന്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഏറ്റവും മുകളിൽ നിന്നും കാണാൻ പറ്റും. കോഴിക്കോടിന്റെ ഗവി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വയലടയിലേക്ക് മൺസൂൺ സമയത്താണ് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. വ്യൂ പോയിന്റിൽ നിന്നും മല ഇറങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നപ്പോൾ കണ്ട ബേബി ചേട്ടന്റെ സ്വന്തം ബേബീസ് തട്ടുകടയിൽ കയറി അവര് തന്നെ വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ മസാലയിലുള്ള ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കോഴിക്കോടിന്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറയിലെത്തി. നല്ല ലഷ് ഗ്രീനറി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന അരുവിയും ഈ ഒരു കാഴ്ച തന്നെയാണ് കരിയത്തുംപാറയെ ഇത്രയും മനോഹരമായിട്ട് വെക്കുന്നത്. ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ കരിയത്തുംപാറ. കുറച്ച് സമയം ഞങ്ങളും അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നിറങ്ങി നേരെ കക്കയം റൂട്ടിലൂടെ മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളും അതുപോലെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ശരിക്കും ഒരു വയനാട് റൂട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു റൂട്ടായിരുന്നു. ഞങ്ങൾ നേരെ മലബാറിൽ തന്നെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ആയിട്ടുള്ള കക്കയം ഡാമിലെത്തി. കുറ്റിയാടി നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാനായിരുന്നു വയനാട്ടിലെ ബാനാസുര ഡാം നിർമ്മിച്ചത്. ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കാനായി മെയിൻ ഗേറ്റിലെത്തിയപ്പോഴാണ് ഇവിടെ കേരള ഹൈഡൽ ടൂറിസം സെന്റർ നടത്തുന്ന സ്പീഡ് ബോട്ട് സഫാരിയെ കുറിച്ച് അറിയുന്നത്. 5 പേർക്ക് 1100 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ 2 പേരായതുകൊണ്ട് വേറൊരു 2 പേരും കൂടെ കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്ര. ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ട കക്കയം റിസർവോയറിലൂടെയുള്ള ഈ സ്പീഡ് ബോട്ട് യാത്ര ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഇടയിലൂടെയുള്ള വാട്ടർഫോൾസും അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയും കാണാൻ പറ്റുന്നതാണ്. ബോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം കാട്ടിനുള്ളിലൂടെ കക്കയം ഡാമിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഉരുക്കുയി വാട്ടർഫാൾസിൽ എത്താവുന്നതാണ്. നൂറ്റാണ്ടുകളായി പാറയിൽ വെള്ളം വീണ് ഉരുളു പോലെയുള്ള വലിയ പൊത്തുകളായി മാറിയത് കൊണ്ടാണ് ഈ വാട്ടർഫാൾസിന് ഉരുക്കുയി വാട്ടർഫാൾസ് എന്ന് പേര് വന്നത്. ഇവിടെ വരുന്ന ഏതൊരാളെയും പേടിപ്പെടുത്തുന്നത് ഒന്ന് കാല് തെറ്റി താഴോട്ട് വീണ് പോയി കഴിഞ്ഞാൽ കൂടെ വന്നവർക്ക് തിരിച്ചു പോകാം, പോയ ആള് പോയി എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ഏക തിരച്ചിലില്ലാത്ത വാട്ടർഫാൾസ് ആയിട്ടാണ് ഉരുക്കുയി വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. 1976 അടിയന്തരാവസ്ഥ സമയത്ത് സഖാവ് രാജനെ